അടുത്ത തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രിയാകാൻ കച്ചകെട്ടി നിൽക്കുന്ന 4 പേരെ നമുക്കറിയാം. സുധാകരൻ മാത്രമല്ല പ്രശ്നം. സുധാകരൻ മാത്രമാണ് പ്രശ്നമെങ്കിൽ ബാക്കി മുഴുവൻ മണ്ഡലങ്ങളിലെയും പട്ടിക കൊടുക്കണം. 40 മണ്ഡലങ്ങളിലെ വരാനുണ്ട്. ശരിയാണ്, 10-30 ഇടത്തെ നമുക്ക്, അല്ലെങ്കിൽ 25 ഇടത്തെ കാര്യം നമുക്ക് ഇപ്പോൾ തന്നെ അറിയാം. പക്ഷേ ഇത് കോൺഗ്രസ് ആയതുകൊണ്ട്, ഉറപ്പിക്കാത്തത് കൊണ്ട് എങ്ങനെയാണ് സ്ഥാനാർത്ഥി പരസ്യമായി എല്ലാവരുടെയും പിന്തുണയോടുകൂടി പ്രചരണം നടത്തുക? ജോസഫ് വാഴക്കൻ പ്രചരണം നടത്തേണ്ട പണിയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ജോസഫ് വാഴക്കനെ പോലെ ഒരു സീനിയർ നേതാവിനൊരു മണ്ഡലമില്ല എന്നുകൂടി ഓർക്കണം. അദ്ദേഹത്തിന് കോട്ടയത്ത് ഏറ്റുമാനൂരിൽ മത്സരിക്കാൻ വെച്ച ശേഷം പിന്നെ കാഞ്ഞിരപ്പള്ളി പറഞ്ഞു, അവസാനം കാഞ്ഞിരപ്പള്ളി ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ 40-40 സ്ഥാനാർത്ഥികൾക്ക് പ്രചരണം തുടങ്ങാൻ, ഔദ്യോഗിക പ്രചരണം തുടങ്ങാനുള്ള അവസരം നിഷേധിക്കുകയാണ്. ആരാണ് ഇതിന് ഉത്തരവാദി? ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ. അടുത്ത തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രിയാകാൻ കച്ചകെട്ടി നിൽക്കുന്ന 4 പേരെ നമുക്കറിയാം. അത് 4ാമത്തെ ആൾ അടൂർ പ്രകാശാണെന്നാണ് ഞാൻ പറയുക. മറ്റേത് നമുക്കെല്ലാം അറിയുന്നില്ല. വി ഡി സതീശനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, അതുപോലെ തന്നെ കെ സി വേണുഗോപാലുമുണ്ട്. ഈ 3 പേരുടെയും ചക്കളത്തി പോരാട്ടത്തിലാണ് ഈ ലിസ്റ്റ് വരാത്തത്. അതായത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ, ജയിച്ച് കഴിയുമ്പോൾ, MLA-മാരെ കൈപൊക്കി മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമ്പോൾ ഞങ്ങളുടെ ആളുകൾ കൂടുതൽ വേണം എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോഴേ അതിനുള്ള പാരയാണ്. ഞാൻ മുഖ്യമന്ത്രിയാകാൻ മാത്രം MLA-മാരുണ്ടായില്ലെങ്കിൽ ഈ ലിസ്റ്റ് ഇറങ്ങണ്ട എന്ന രീതിയിലുള്ള വളരെ സങ്കുചിത താല്പര്യമാണ്. അത് ഈ 3 പേരിലും ഒരുപോലെയാണെന്ന് ഞാൻ പറയുന്നില്ല. ചില ആളുകൾക്ക് വളരെ വ്യക്തമായ താല്പര്യമുണ്ട്. ഇപ്പോൾ കെ സി വേണുഗോപാലിനോട് ചോദിച്ചു, നിങ്ങൾ മുഖ്യമന്ത്രിയാകാൻ ഇല്ലയെന്ന് അദ്ദേഹം പറയുന്നില്ല. കോൺഗ്രസിൻ്റെ ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട പദവി നയിക്കുന്ന ആളാണ്. ഇവിടെ ഒരാൾ ഒരു 5 വർഷമായിട്ട് കൈലൂത്തി നടപ്പുണ്ട്, വി ഡി സതീശൻ. അതിന് മുമ്പ് ഒരാളുണ്ട്, രമേശ് ചെന്നിത്തല. അപ്പോഴാണ് മോളിൽ നിന്ന് വേറൊരാളുടെ. ഇതാണ് മത്സരം. ഒരു മാസം മുമ്പ് രമേശ് ചെന്നിത്തലയുടെ ഒരു അഭിമുഖത്തിൽ ഞാൻ ചോദിച്ചു, ഇതല്ലേ പ്രശ്നം? അപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞ മറുപടി, അങ്ങനെയല്ല, MLA-മാർ എത്ര പേരാണെങ്കിലും ആരുടെയൊക്കെ ആളാണെങ്കിലും അതായിരിക്കില്ല മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ട മാനദണ്ഡമെന്ന് ഞങ്ങളെ 3 പേരെയും വിളിച്ച് ഹൈക്കമാൻഡ്, എന്ന് വെച്ചാൽ ഖാർഗെയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും പറഞ്ഞു. അതുകൊണ്ട് ആ വിഷയമില്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെ അപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല അപ്പം കർണാടകത്തിലെ അവസ്ഥ വരുമോ അവസാനം എന്ന് ചോദിച്ചു. ഇല്ല, അങ്ങനെയല്ല, ഇങ്ങനൊരു ഉറപ്പ് കിട്ടിയിട്ടുണ്ടെന്ന് രമേശ് ചെന്നിത്തല എന്നോട് പറഞ്ഞതാണ്. എന്നിട്ടും ഹൈക്കമാൻഡിന് വിശ്വാസമില്ല. എന്താ, പാർട്ടി കോൺഗ്രസ് ആണ്. അതുകൊണ്ട് തന്നെ